പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, എനിക്ക് വിശുദ്ധ സെബസ്ത്യാനോസിനെ ചേർത്ത് വെച്ച് പറയാനുള്ള ഇതാണ്: നമ്മുടെ കുടുംബങ്ങൾ നല്ല കുടുംബങ്ങളാകണം. നമ്മുടെ മക്കൾ നല്ലവരാകണമെങ്കിൽ മാതാപിതാക്കൾ നല്ലവരാകണം. നമ്മൾ ഇന്ന് പരിദേവനമാണ്. നമ്മൾ പറയും കുടുംബങ്ങൾ തകരുന്ന കാലഘട്ടമാണ്. മക്കളൊക്കെ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് പോകുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചങ്കത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കണം, ആത്മശോധന ചെയ്യണം. നല്ല കുടുംബം ഉണ്ടാകണം. വളരെ പ്രസിദ്ധനായ ഒരു ദൈവിക മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: മാതാപിതാക്കൾ കൂദാശകളാ. മാതാപിതാക്കൾ കൂദാശകളാ. നിങ്ങൾക്കറിയാം കൂദാശ എന്ന് പറഞ്ഞാൽ എന്തറിയാം? ദൈവത്തിന്റെ സ്നേഹം തൊട്ടറിയുന്ന ദൈവിക സംവിധാനത്തെ കൂദാശ എന്ന് വിളിക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞു, സഭയിൽ 8ാമതൊരു കൂദാശയുണ്ട്. ഞാൻ നിങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചിരിക്കുന്നതും 7 കൂദാശ. 8ാമത്തെ കൂദാശ മാതാപിതാക്കളാ. അവനെന്റെ കൈ പിടിഞ്ഞ, അച്ചോ നിൽക്കേ. ഞാൻ നിന്നു. ഞാൻ ചോദിച്ചെന്താ മാനെ? അവൻ പറഞ്ഞു, അച്ചോ രൂപക്കുട്ടിലേക്ക് നോക്കി. അച്ചോ ആരാണ്ടൊക്കെ രൂപക്കുട്ടി കയറിയിരിക്കും. ഞാൻ വിചാരിച്ചു, തിരുനാളല്ലേ, പാലക്കാരല്ലേ, ഭക്തിമൂത്ത് ആരെങ്കിലും രൂപക്കുട്ടിയിലുണ്ടോ എന്ന്. ഞാൻ കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ്റെ ഗൗരവത്തോടെ നോക്കി ഞാൻ പറഞ്ഞു, മോനെ അത് ആരാണ്ടൊന്നുമല്ല, അത് പരിശുദ്ധ അമ്മയും സെബസ്ത്യാനോസും തോമാസ് ലീഹായും മിസ്റ്റർ ഗീവർഗീസും ഒക്കെ അല്ലേ. അപ്പം അവന് അത്ര അങ്ങ് പെട്ടെന്ന് സ്വീകരിക്കാൻ തോന്നിയില്ലെന്ന് അവൻ്റെ ശരീരഭാഷ എന്നോട് പറഞ്ഞു. അവന് രൂപക്കുട്ടിലേക്ക് നോക്കി, എന്നിലേക്ക് നോക്കി. എന്നിട്ട് കുറെ നേരം നോക്കിയിട്ട് അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാ: 10-18 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ വേട്ടയാടുന്നൊരു ചോദ്യം. ഇത് നിങ്ങളെയും വേട്ടയാടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവനോട് ചോദിച്ച ചോദ്യം ഇതാ: അച്ഛൻ എന്നാ രൂപക്കുട്ടി കയറുക? അവൻ നോക്കിയപ്പോൾ ഈ രൂപക്കുട്ടിലിരിക്കുന്നവർക്ക് അച്ഛന് തമ്മിൽ വലിയ സാമ്യമുണ്ട്. അച്ഛന് 2 കണ്ണ്, രൂപക്കുട്ടിലിരിക്കുന്നവർക്ക് 2 കണ്ണ്. അച്ഛൻ ഒറ്റമുക്കനാ, രൂപക്കുട്ടുകാരും ഒറ്റമുക്ക. പിന്നെ ഞങ്ങൾ രൂപക്കുട്ടിലിരിക്കുന്ന മറ്റൊരു സാമ്യമുണ്ട്. മിക്കവാറും ഒറ്റ ഉടുപ്പുകാരും മുഴുത്ത ഉടുപ്പുകാരായിരിക്കും. കൊച്ചിന് തോന്നി ഈ അച്ഛനും രൂപക്കൊട്ടിലിരിക്കുന്നവർക്ക് സാമ്യമുണ്ട്. ഒരു കൊച്ചി കൊതിച്ചു, അച്ഛൻ എന്നാ രൂപക്കൊട്ടി കയറുക. തുറന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായ പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ രൂപക്കൊട്ടി കയറിയോ? ഒത്തിരി മഹാന്മാര് മഹാരഥന്മാര് ഉണ്ടായ ഒരു നാടാണ് ഈ പുരാതന ഗ്രീസ്. എന്തേ ഗ്രീസിനൊരു പ്രത്യേകത? ഗ്രീസിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവിടുത്തെ നല്ലവരായ അമ്മച്ചിമാരുണ്ടായിരുന്നു. അമ്മച്ചിമാര് ചെയ്യുന്ന വിശുദ്ധമായ ഒരു കർമ്മമുണ്ട്. മക്കളൊക്കെ തിരിക്കുന്ന പ്രായമാകുമ്പോൾ അമ്മച്ചിമാര് കൊച്ചിനെ എടുത്തൊക്കെ തിരുത്തിയിട്ട് പുരാതന ഗ്രീസിന്റെ ഗ്രാമവീഥികളിലും ഉദ്യാനങ്ങളിലുമൊക്കെ സ്ഥാപിതമായിരിക്കുന്ന വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ മഹാന്മാരുടെ പ്രതിമയ്ക്ക് ചുവട്ടിൽ പോയി നിൽക്കും. ഒരുപക്ഷെ ആദ്യമായിട്ട് അമ്മ ഒക്കെ തിരിക്കുന്ന കൊച്ചിനെ എടുത്ത് കടന്നു ചെല്ലുക മഹാനായ സോക്രട്ടീസിന്റെ പ്രതിമയ്ക്ക് ചുവട്ടിലാകും. ഈ പ്രതിമയിലേക്ക് കൊച്ച് സാഗുതം നോക്കുമ്പോൾ അമ്മ കൊച്ചിന്റെ ചെവിയിൽ ഓതിക്കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട്: മോനെ അല്ലെങ്കിൽ മോളെ, ഇത് നിതാന്തമായി പരിശ്രമത്തിലൂടെ ബുദ്ധിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ വിപകരിച്ച മഹാനായ സോക്രട്ടീസ. തെല്ലു ഭയത്തോടെ നോക്കുമ്പോ ഈ കൊച്ചിന്റെ ചെവിയിൽ ഒരു ദിവ്യമന്ത്രം അമ്മ ഓതിക്കൊടുക്കും: വലുതാകുമ്പോ ഇതുപോലെ ആകണം, വലുതാകും ഇതുപോലെയാണ്. വീണ്ടും അമ്മ കൊച്ചിനെ എടുക്കും, മറ്റൊരു പ്രതിമയ്ക്ക് ചുവട്ടി പോയി നിൽക്കും. ഒരുപക്ഷെ അശ്വാരൂഢനായി നിൽക്കുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രതിമയ്ക്ക് ചുവട്ടില് ഒക്കത്ത് കൊച്ചിനെ അയച്ചു ചെന്നിട്ട് അമ്മ പറയും: ഇത് മാനെ അല്ലെങ്കിൽ മോളെ, ഇത് മഹാനായ അലക്സാണ്ടറ. നീയും ഞാനും ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കരഗതമാകാൻ രണഭൂമിയിൽ അടരാടിയ മഹാനായ അലക്സാണ്ടർ. വീണ്ടും തെല്ലു ഭയത്തോടെ ആവേശത്തോടെ അതിശയത്തോടെ ഈ രൂപത്തിലേക്ക് നോക്കുമ്പോ കൊച്ചിന്റെ ചെവിയിൽ ഒരിക്കൽ കൂടി അമ്മ ഓതിക്കൊടുക്കുമ്പോ വലുതാകുമ്പോ ഇതുപോലെയാണ്. കാലഘട്ടത്തിന്റെ അനുസ്യൂതമായ പ്രഭാതത്തില് ചരിത്രം ഗതിമുട്ടി നിൽക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അത്തരം നിമിഷങ്ങളില് ചരിത്രത്തെ ചലനാത്മകമാക്കുവാൻ, ചരിത്രത്തിന്റെ ശ്യാമവീഥികളില് ദീപനാളമായി എരിയുവാൻ ദൈവം ചില യുഗപുരുഷരെ, ധീര വനിതകളെ പ്രദാനം ചെയ്യാറുണ്ട്. ഒരുപക്ഷെ കാലിക സമൂഹം അവരെ മറന്നു വരാം. എങ്കിലും മനുഷ്യ മനസ്സിലെ മണിമന്ദിരത്തിലെ മട്ടുപ്പാവില് മറവിയുടെ മാറാല ചാർക്കാതെ ജീവിക്കും. ലോക ചരിത്രത്തിലേക്ക് സവിശേഷമായി സഭാ ചരിത്രത്തിലേക്ക് കടന്നു വന്നാൽ സഭയുടെ ശ്യാമവീഥിയില് വിശ്വാസത്തിന്റെ ദീപനാളമായിരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാള് നമ്മൾ കൊണ്ടാടുമ്പോ ഞാൻ പറയും, ഇതൊരു തിരുനാളാകണം, പെരുന്നാളാകരുത്.
തിരുനാളും പെരുന്നാളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. പെരുന്നാള് ഭൗതിക ആഘോഷത്തിന്റെ അവസരമാണെങ്കിൽ തിരുനാൾ ആത്മീയ ആഘോഷത്തിന്റെ അവസരമാണ്. നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധൻ നിലകൊണ്ട ആത്മീയ മൂല്യങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഈ തിരുനാളിലൂടെ അല്പം കൂടെ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ അത് തിരുനാളാണ്. എനിക്കറിയാം നമ്മളെല്ലാവരും ഒരു തിരുനാളിലാണ്. ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മയെല്ലാം ചിന്തിപ്പിക്കേണ്ടത് ഒരു ചിന്ത ഇതാ. ഒരമ്മ, ഇടവകയാകുന്ന അമ്മ നമ്മളെയൊക്കെ ഒക്കെ തിരുത്തിയിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിശുദ്ധ സവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാനും സംശീകരിക്കുവാനാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ലോക ചരിത്രത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളുടെയും എല്ലാ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നാടുണ്ട്. നിങ്ങൾക്കറിയാതെ പുരാതന ഗ്രീസ. പഠിച്ചു വരുമ്പോ, ഗവേഷണം ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഈ വാക്ക് അല്ലെങ്കിൽ ഈ സംസ്കാരം, ഈ വിജ്ഞാന ശാഖ ഉദിച്ചത് ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നാണ്. കോട്ടയം ജില്ലയെക്കാളും ചെറുതായ ഈ രാജ്യം ഇന്ന് ലോകത്തിന് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ മാതൃകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു വിശുദ്ധമായ ചരിത്രമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയാറുണ്ട്. ഒത്തിരി മഹാന്മാര്, മഹാരഥന്മാര് ഉണ്ടായ ഒരു നാടാണ് ഈ പുരാതന ഗ്രീസ്. എന്തേ ഗ്രീസിനൊരു പ്രത്യേകത? ഗ്രീസിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവിടുത്തെ നല്ലവരായ അമ്മച്ചിമാരുണ്ടായിരുന്നു. അമ്മച്ചിമാര് ചെയ്യുന്ന വിശുദ്ധമായ ഒരു കർമ്മമുണ്ട്. മക്കളൊക്കെ തിരിക്കുന്ന പ്രായമാവുമ്പോൾ അമ്മച്ചിമാര് കൊച്ചിനെ എടുത്ത് ഒക്കെ തിരുത്തിയിട്ട് പുരാതന ഗ്രീസിന്റെ ഗ്രാമവീഥികളിലും ഉദ്യാനങ്ങളിലുമൊക്കെ സ്ഥാപിതമായിരിക്കുന്ന വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ മഹാന്മാരുടെ പ്രതിമയ്ക്ക് ചുവട്ടിൽ പോയി നിൽക്കും. ഒരുപക്ഷെ ആദ്യമായിട്ട് അമ്മ ഒക്കെ തിരിക്കുന്ന കൊച്ചിനെ എടുത്ത് കടന്നു ചെല്ലുക മഹാനായ സോക്രട്ടീസിന്റെ പ്രതിമയ്ക്ക് ചുവട്ടിലാകും. ഈ പ്രതിമയിലേക്ക് കൊച്ച് സാഗുതം നോക്കുമ്പോ അമ്മ കൊച്ചിന്റെ ചെവിയിൽ ഓതിക്കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട്. മോനെ അല്ലെങ്കിൽ മോളെ, ഇത് നിതാന്തമായി പരിശ്രമത്തിലൂടെ ബുദ്ധിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ വ്യപകരിച്ച മഹാനായ സോക്രട്ടീസ. തെല്ലു ഭയത്തോടെ നോക്കുമ്പോ ഈ കൊച്ചിന്റെ ചെവിയിൽ ഒരു ദിവ്യമന്ത്രം അമ്മ ഓതിക്കൊടുക്കും. വലുതാകുമ്പോ ഇതുപോലെ ആകണം, വലുതാകും ഇതുപോലെയാണ്. വീണ്ടും അമ്മ കൊച്ചിനെ എടുക്കും, മറ്റൊരു പ്രതിമയ്ക്ക് ചുവട്ടി പോയി നിൽക്കും. ഒരുപക്ഷെ അശ്വാരൂഢനായി നിൽക്കുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രതിമയ്ക്ക് ചുവട്ടില് ഒക്കത്ത് കൊച്ചിനെ അയച്ചു എന്നിട്ട് അമ്മ പറയത്, മാനെ അല്ലെങ്കിൽ മോളെ, ഇത് മഹാനായ അലക്സാണ്ടറ. നീയും ഞാനും ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കരഗതമാകാൻ രണഭൂമിയിൽ അടരാടിയ മഹാനായ അലക്സാണ്ടർ. വീണ്ടും തെല്ലു ഭയത്തോടെ, ആവേശത്തോടെ, അതിശയത്തോടെ ഈ രൂപത്തിലേക്ക് നോക്കുമ്പോ കൊച്ചിന്റെ ചെവിയിൽ ഒരിക്കൽ കൂടി അമ്മ ഓതിക്കൊടുക്കുമ്പോ വലുതാകുമ്പോ ഇതുപോലെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയും, ഇന്നൊരമ്മ, ഇടവകയാകുന്ന അമ്മ എന്നെയും നിങ്ങളെ ഒക്കെ തിരുത്തിയിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന ഇതാണ്: ഇതുപോലെ ആകണം. തിരുനാള് വിശുദ്ധരെ പോലെ ആകാനുള്ള ദിനമാണ്. എത്രമാത്രം ഈ ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മൾ വന്നു എന്ന് ചങ്കത്ത് കൈവച്ച ആത്മാർത്ഥതയോടെ ചിന്തിക്കേണ്ട ദിവസമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നിറേണ്ട, കാലികമായിട്ട് ചേർത്ത് വെക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹം. ഒന്നാമതായിട്ട്, വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്നത്തെ കാലിക ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു പാഠം, നമുക്ക് തരുന്ന സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം വായിച്ചു. ഏതു ഗ്രന്ഥകാരനും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതുമ്പോൾ ഒരു കൊച്ചു വാചകത്തിൽ തുടങ്ങും. സെബാസ്റ്റ്യനെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ അവതരിപ്പിക്കുന്നത് ഒരു കൊച്ചു വാചകത്തിലാ. അതെങ്ങനെയാ? വിശുദ്ധ സെബസ്ത്യാനോസ് കുലീന കുടുംബത്തിൽ ജനിച്ചു. സെബാസ്റ്റ്യൻ വിശുദ്ധനാകാൻ, രക്തസാക്ഷിയാകാൻ, ഇന്ന് നമുക്ക് പ്രചോദനവും ആകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നല്ല കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, എനിക്ക് വിശുദ്ധ സെബസ്ത്യാനോസിനെ ചേർത്ത് വെച്ച് പറയാനുള്ള ഇതാണ്: നമ്മുടെ കുടുംബങ്ങൾ നല്ല കുടുംബങ്ങളാകണം. നമ്മുടെ മക്കൾ നല്ലവരാകണമെങ്കിൽ മാതാപിതാക്കൾ നല്ലവരാകണം. നമ്മൾ ഇന്ന് പരിദേവനമാണ്. നമ്മൾ പറയും കുടുംബങ്ങൾ തകരുന്ന കാലഘട്ടമാണ്. മക്കളൊക്കെ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് പോകുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചങ്കത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കണം, ആത്മശോധന ചെയ്യണം. നല്ല കുടുംബം ഉണ്ടാകണം. വളരെ പ്രസിദ്ധനായ ഒരു ദൈവിക മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: മാതാപിതാക്കൾ കൂദാശകളാ.
മാതാപിതാക്കൾ കൂദാശകളാണ്. നിങ്ങൾക്കറിയാം കൂദാശ എന്ന് പറഞ്ഞാൽ എന്തറിയാം? ദൈവത്തിന്റെ സ്നേഹം തൊട്ടറിയുന്ന ദൈവിക സംവിധാനത്തെ കൂദാശി എന്ന് വിളിക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞു, സഭയിൽ 8ാമതൊരു കൂദാശയുണ്ട്. ഞാൻ നിങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചിരിക്കുന്നതും 7 കൂദാശ. 8ാമത്തെ കൂദാശ മാതാപിതാക്കളാ. ഇദ്ദേഹം പറയാറുണ്ട്, ഒരു കൊച്ച് അമ്മയുടെ ഉദരത്തിലാവുമ്പോൾ കൊച്ചിനാവശ്യമായ ശക്തി കിട്ടുന്നത് കൊച്ചിനെയും അമ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദൃശ്യമായ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെയാ. അദ്ദേഹം പറഞ്ഞു, പക്ഷേ മക്കളുടെ ജനനശേഷം മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. മക്കൾ നല്ലവനാകണമെങ്കിൽ, നാടിനും സമുദായത്തിനും നന്മ ചെയ്യുന്നവരാണെങ്കിൽ വിശുദ്ധമായ കുടുംബം ഉണ്ടാകണം. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ഇതാണ്. പലരും പറയാറുണ്ട്, ഈ കോവിഡ് വന്നു യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ പള്ളിയിൽ നിന്ന് അകന്നു. എന്തേ കാരണം? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് കാരണം നമ്മളാണ്. ഒരു പക്ഷെ ഞാൻ പറയും, ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരുടെ നന്മയല്ല, നമ്മുടെ മാതാപിതാക്കളുടെ നന്മയാണ്. ഒത്തിരി ത്യാഗം സഹിച്ചും ദേവാലയത്തില് തിരുനാളിനും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കും നമ്മൾ വരാൻ കാരണം നമ്മുടെ പൂർവികരുടെ നന്മയാണ്. ഇന്ന് യുവതികൾ, യുവാക്കന്മാർ, മക്കള് ഇതിന് കുറഞ്ഞു പോയാൽ കാരണം നമ്മളാണ്. അതുകൊണ്ട് എനിക്ക് വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ ചേർത്ത് വെച്ച് പറയാനുള്ളത്, നല്ല കുടുംബം ഉണ്ടാകണം. തിരുക്കുടുംബം പോലെ ശക്തി നിറഞ്ഞ കൃപ നിറഞ്ഞ കുടുംബമാകണം. തിരുക്കുടുംബത്തെ ഇങ്ങനെ വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കുന്നത് തീ കുടുംബം എന്നാണ്. അതിൻ്റെ യഥാർത്ഥ സ്വഭാവം അനുസരിച്ചാൽ അതിനെ പിരിച്ചെഴുതേണ്ടത് തിരുവധികം കുടുംബം, തിരുക്കുടുംബം എന്നല്ല, തീ അധികം കുടുംബം, തീക്കുടുംബം എന്നാണ്. എന്ന് വെച്ചാൽ ഇതുവരെ ലോകത്തിൽ ജനിച്ച കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദന തിന്ന കുടുംബം യോസേപ്പും മാതാവും ഭക്ഷിച്ചത് തീയാണ്. അവർ കുടിച്ചത് കണ്ണുനീരാ. തീ തിന്ന് കണ്ണുനീർ കുടിച്ച് വളർന്ന കുടുംബം തിരുക്കുടുംബമായെങ്കിൽ, തീ കുടുംബം തിരുക്കുടുംബമായി അതിന് പിന്നെ ചരിത്രമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2:41 നമ്മൾ വായിക്കും, എങ്ങനെ തീ കുടുംബങ്ങൾ തിരുക്കുടുംബമാകും. 2:41 യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാൾ ദേവാലയത്തിൽ പോയിരുന്നു. ദേവാലയ ദൈവകേന്ദ്രീകൃതമായ ജീവിതമാണ്. പ്രിയമുള്ളവരെ, സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ദിനം നമുക്കൊന്ന് ചിന്തിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കാൻ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:8 വായിക്കും, ദൈവത്തോട് ചേർന്നിരുന്നാൽ അവൻ നമ്മോട് ചേർന്നിരിക്കും. നമുക്ക് ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹം ഉണ്ടാകണം, നല്ല കുടുംബം ഉണ്ടാകണം, നല്ല മാതാപിതാക്കൾ ഉണ്ടാകണം, കുടുംബത്തിലെ പ്രാർത്ഥന ഉണ്ടാകണം, പങ്കുവയ്ക്കൽ ഉണ്ടാകണം, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ശക്തി ഉണ്ടാകണം. അപ്പോൾ ഒന്നാമതായിട്ട് സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ഒരു ആത്മശോധന വിഷയം ഇതാണ്, നല്ല കുടുംബങ്ങൾ, ത്യാഗം നിറഞ്ഞ കുടുംബങ്ങൾ, ഈ ത്യാഗങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വ്യക്തികൾ, മാതാപിതാക്കൾ. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുക, നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന മറ്റൊരു ചിന്തയുണ്ട്, അത് നമ്മുടെ മനസ്സാക്ഷിയെക്കുറിച്ചുള്ള ചിന്തയാണ്. നമ്മളെല്ലാം പറയാറുണ്ട്, ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ പറയാറുണ്ട്, ഇവരൊക്കെ മനസ്സാക്ഷിയില്ലാത്തവരാ, മനുഷ്യത്വമില്ലാത്തവരാ. മറ്റുള്ളവർക്കെതിരെ നമ്മൾ വിരൽ ചൂണ്ട ഒരു കാര്യം ഓർക്കണം, ഞാൻ നിങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 എനിക്കെതിരെയാ. എൻ്റെ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ശരീരഭാഷയാണിത്. വിശുദ്ധ സെബസ്റ്റ്യാനോസ് മനസ്സാക്ഷിയുടെ വിശുദ്ധനായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയാ സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത്? മനസ്സാക്ഷിയുടെ വിശുദ്ധൻ എന്നാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതം. സെബസ്റ്റ്യാനോസ് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയിലെ സൈന്യത്തിലെ മുഖ്യ സൈന്യാധിപനായിരുന്നു. ചക്രവർത്തിക്ക് സെബാസ്റ്റ്യന് വലിയ ഇഷ്ടമായിരുന്നു, പെരുത്ത ഇഷ്ടമായിരുന്നു. ഒരിക്കല് ചക്രവർത്തി തൻ്റെ അരമനയുടെ അകത്തളങ്ങളിലേക്ക് ഈ സെബാസ്റ്റ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, സെബാസ്റ്റ്യ, എനിക്കിതിനെ വലിയ ഇഷ്ടമാണ്, എൻ്റെ മകനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അതുകൊണ്ട് ഭാവി റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാകേണ്ടത് എൻ്റെ മകനല്ല, നീ ആകണം. ഈ ചക്രവർത്തി വളർത്തി സെബാസ്റ്റ്യനെ എങ്ങനെയാ? ചങ്കിലിട്ട് വളർത്തി. ഭാവിയിലെ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് വളർത്തി. അങ്ങനെ വളർത്തുമ്പോഴാണ് ചക്രവർത്തി ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അറിഞ്ഞത്. ഇതുപോലെ ഞാൻ സ്നേഹിച്ച് പരിപാലിച്ചു വളർത്തുന്ന സെബാസ്റ്റ്യൻ യേശു എന്ന് പറയുന്ന വ്യക്തി ആരാധിക്കുന്നവനാ. ചക്രവർത്തിക്ക് സഹിച്ചില്ല. ചക്രവർത്തി ഒരിക്കൽ കൂടി വിളിച്ചു തൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക്, പറഞ്ഞു, ഇനി നിനക്ക് ജീവിക്കണമെങ്കിൽ യേശുവിനെ തള്ളിപ്പറയണം, യേശുവിനെ ഉപേക്ഷിക്കണം. നമുക്കറിയാം, സെബസ്റ്റ്യാനോസിന്റെ വിശുദ്ധ രൂപത്തിലേക്ക് നോക്കിയാൽ സുന്ദരനാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, ജീവിക്കാൻ ആഗ്രഹമുള്ളവനാണ്, ജീവിക്കാൻ അവകാശമുള്ളവനാണ് നമ്മളെപ്പോലെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു മടമ്പലി, ജീവിക്കണോ മരിക്കണോ? ചക്രവർത്തി അനുസരിച്ചാൽ ജീവിക്കാം. ഒരു പക്ഷേ ഭാവി റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാകാൻ, മറിച്ചാണെങ്കിൽ ഇവിടെ തീരും.
തൻ്റെ മനസ്സിൽ വലിയൊരു വടംവലി. അദ്ദേഹം മനസാക്ഷി പറഞ്ഞു, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മനസാക്ഷി പറഞ്ഞു, നീ ദൈവത്തിന് വേണ്ടി മരിക്കണം. ഈ സ്വരത്തെ ചേർത്ത് വെച്ചതുകൊണ്ടാ ഇന്ന് നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൊണ്ടാടുക. പ്രിയമുള്ളവരെ, അദ്ദേഹം മനസാക്ഷിയുടെ വിശുദ്ധനാണ്. നമ്മളൊക്കെ ഇന്ന് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്ന അവസരത്തിൽ നമ്മളിലേക്ക് എത്രമാത്രം മനസാക്ഷി അനുസരിച്ച് ജീവിക്കാൻ. ഇന്ന് മനസാക്ഷി വിറ്റു കാശാക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ തൻകാര്യ വേണ്ടി എൻ്റെ മനസ്സിൽ തെളിയുന്ന ദൈവത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കാൻ. അതുകൊണ്ട് സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ രണ്ടാമതായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുന്നതും നമ്മുടെ മനസ്സിലേക്കൊന്ന് വരാനാണ്. നമ്മുടെ മനസ്സിലൊരു സ്വരമുണ്ട്, ദൈവത്തിൻ്റെ സ്വരമാണ്. ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്. ഈ സ്വരത്തെ ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞാൽ ഈ തിരുനാൾ ഒരു അനുഗ്രഹമായി തീരും. മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാൻ, കാലിക പശ്ചാത്തലത്തിൽ പറയാൻ ആഗ്രഹമുള്ളത്, സെബസ്ത്യാനോസിന് എങ്ങനെ ദൈവത്തിന് വേണ്ടി മരിക്കാൻ സാധിച്ചു? എങ്ങനെ ദൈവത്തിന് വേണ്ടി മരിക്കാൻ സാധിച്ചു? അല്പം വികാരപരമായി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണെന്ന് ചോദിച്ചാൽ 1-2 പേര് കൈ ഉയർത്തുമായിരിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർക്കേ പറ്റൂ. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ പറ്റൂ. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ അതിനുള്ള ശക്തി അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? ആഴമുള്ള ദൈവവിശ്വാസമാണ്. നമ്മളിന്ന് ദൈവവിശ്വാസത്തിലൊക്കെ നമ്മൾ വെള്ളം ചേർക്കുന്ന കാലഘട്ടത്തിലാണ്. ഒരു പക്ഷേ കോവിഡ് ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. എൻ്റെ വിശ്വാസം എവിടെ, എൻ്റെ വിശ്വാസം എവിടെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരമായിരുന്നു. വിശ്വാസം, ആഴമുള്ളൊരു വിശ്വാസം നമുക്ക് വേണ്ടത് അതാണ്. ആഴമുള്ളൊരു വിശ്വാസം. സെബസ്ത്യാനോസിന് ക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനും രക്തസാക്ഷിത്വം അകലം ചൂടാനും കഴിഞ്ഞത് ആഴമുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ തീരണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്കണം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു ദാഹമുണ്ട്, ദൈവത്തിനുള്ള ആഗ്രഹമാണ്, ദൈവത്തിനുള്ള ദാഹം. വളരെ പ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ് എറിക് ഫ്രോം. പക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ. അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായനത്തിലെത്തി. അദ്ദേഹത്തിന് പേരുണ്ട്, പെരുമയുണ്ട്, പ്രശസ്തിയുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവസാനം അദ്ദേഹത്തിൻ്റെ കുറവ്, എല്ലാം ഉണ്ടാഞ്ഞിട്ടൊരു കുറവ്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തേ ഇത്ര പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാഞ്ഞിട്ട് എനിക്കൊരു കുറവ്? അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് ദൈവവിശ്വാസമില്ല. അതുകൊണ്ട് അദ്ദേഹം ബൈബിൾ വായിച്ചു, വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചു. അവസാനം അദ്ദേഹം ദൈവത്തെ കണ്ടെത്തിയിട്ട് പറഞ്ഞ് വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്, ദർ ഈസ് എ ഗോഡ് ഷേപ്ഡ് വാക്യൂം ദ ഹാർട്ട്സ് ഓഫ് ദ മാൻ that can be filled by God alone, not by anything else. എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം ഇതാണ്, എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ ദൈവത്തിൻ്റെ ആകൃതിയുള്ള ശൂന്യതയുണ്ട്. ശൂന്യം നിറയ്ക്കാൻ ദൈവത്തിനെ പറ്റൂ. പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ സമ്പത്തിന്, സ്ഥാനമാനങ്ങൾക്ക്, അധികാരങ്ങൾക്ക് നൽകാൻ പറ്റാത്തൊരു സന്തോഷം നൽകാൻ പറ്റുന്നത് ദൈവവിശ്വാസമാണ്. ഇങ്ങനെ ആഴമുള്ള വിശ്വാസം, വെറും ഉപരിപ്ലവമായ വിശ്വാസത്തെക്കാൾ കൂടുതൽ നമ്മളിന്ന് ചിന്തിക്കണം, ആഗ്രഹിക്കണം. ഇങ്ങനെയൊരു വിശ്വാസം ഉണ്ടാകണം. കൂടെ കാലഘട്ടത്തിൽ ഞാൻ ഒത്തിരി കുർബാന, 7, 8, 10 കുർബാന ചെല്ലുമായിരുന്നു. ഞാൻ ഓർക്കാറുണ്ട്, ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് 2 പേര് കുർബാന കാണാൻ ആ പള്ളി വന്നു. കാരണം മറ്റു പള്ളികളൊക്കെ അടച്ച സമയത്ത്. ആഴമുള്ള വിശ്വാസം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ആഴമുള്ള തൃശ്ശൂരിൽ നിന്ന് 100-100 കിലോമീറ്റർ വണ്ടി ഓടിച്ചൊരു കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോൾ നമ്മുടെ സാഹചര്യം. അപ്പം ഞാൻ ചിന്തിച്ചു വരുന്നത്, നമ്മൾ പറയേണ്ട കാര്യം ഇതാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, ഈ ഒരു വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ ചിന്തകൾ നമുക്കുണ്ടാകട്ടെ. നമുക്ക് ആഴമുള്ളൊരു വിശ്വാസം, നമ്മുടെ മനസാക്ഷി അനുസരിച്ച് ജീവിക്കാൻ, കൂടെ നമ്മുടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ. ഞാൻ അവസാനിപ്പിക്കുന്ന ചെറിയ ഇത് കഴിഞ്ഞ് പ്രദക്ഷിണമാണ്. അപ്പോൾ നമുക്കൊരു ആത്മശോധനയ്ക്ക് ഒരു വിഷയം കൂടെ, എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് 10-18 വർഷങ്ങൾക്കപ്പുറം ഈ പാലായിലെ കത്തീഡ്രൽ പള്ളിയിൽ അസേന്തി ആയിരുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് കത്തീഡ്രൽ പള്ളി അറിയാം, നിങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ 2 പള്ളിയുണ്ട്, പഴയ പള്ളിയുണ്ട്, പുത്തൻപള്ളിയുണ്ട്. അവിടുത്തെ തിരുനാളാണ് രാക്കൊള്ളി തിരുനാൾ. അങ്ങനെ ഒരു രാക്കൊള്ളി തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ അവിടുത്തെ വിശുദ്ധമായൊരു പാരമ്പര്യം അനുസരിച്ച് പ്രദക്ഷിണങ്ങൾ ആരംഭിക്കുക പഴയ പള്ളിയിൽ നിന്ന് പുത്തൻപള്ളിയിലേക്കാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പഴയ പള്ളിയുടെ മുൻപിൽ തിരുനാളിനോടനുബന്ധിച്ച് ചെറിയ പന്തലൊക്കെ ഉണ്ടാകും. ഈ പന്തലിൽ വിശുദ്ധന്മാരുടെ രൂപങ്ങളുണ്ട്. ഇതൊരു പശ്ചാത്തലം.
ഇങ്ങനെ പശ്ചാത്തലത്തിൽ ഒരു രാക്കുളി തിരുനാളിന് ആ ഇടവകയുടെ പള്ളിയുടെ അടുത്ത് വീടുള്ള ഒരു കൊച്ച് 8-9 വയസ്സ് പ്രായമുള്ള അവൻ പള്ളിമുറി വന്നു. അവനോട് പറഞ്ഞു, അച്ചോ തിരുനാളല്ലേ, അച്ഛൻ എനിക്കൊരു ചെലവ് ചെയ്യണം. സത്യമാണ്, തിരുനാളിന് ഇടവക്കാർ അച്ഛന്മാർക്കാണ് ചെലവ് ചെയ്യേണ്ടത്. പക്ഷേ ഇവൻ പറഞ്ഞു, ഞാൻ അവനൊരു ചെലവ് ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഞാൻ നിനക്ക് എന്ത് ചെലവാണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, എനിക്ക് അച്ഛനെ പോലെ ഇരിക്കുന്നൊരു ബലൂൺ മേടിച്ചു തരണം. എൻ്റെ അർത്ഥം ഞാനൊരു മത്തങ്ങ ബലൂൺ മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു മത്തങ്ങ ബലൂൺ മേടിച്ചു കൊടുക്കാനുള്ള പണം കീശയിലാക്കി ഞാൻ ഈ മത്തങ്ങ ബലൂൺ വിൽക്കുന്ന ആളെ അന്വേഷിച്ച് പോവുകയാണ്. നോക്കിയപ്പോൾ ഈ പഴയ പള്ളിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു മത്തങ്ങ ബലൂൺ വിൽപ്പനക്കാരനുണ്ട്. ഞാൻ അവൻ്റെ കൈക്ക് പിടിച്ച് അവൻ്റെ ആഗ്രഹം സഫലമായി കൊടുക്കാൻ ആഗ്രഹിച്ച് പോവുക. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ യാത്ര കടന്നു പോയത് ഈ പഴയ പള്ളിയുടെ മുന്നിൽ കൂടിയാണ്. അവിടെ താൽക്കാലികമായി ഉണ്ടാക്കിയ പന്തലിൽ വിശുദ്ധന്മാരുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ അവനെൻ്റെ കൈക്ക് പിടിഞ്ഞ്, അച്ചോ നിൽക്ക്. ഞാൻ നിന്നു. ഞാൻ ചോദിച്ചെന്താ മാനെ? അവൻ പറഞ്ഞു, അച്ചോ രൂപക്കുട്ടിലേക്ക് നോക്കി. അച്ചോ ആരാണ്ടൊക്കെ രൂപക്കുട്ടി കയറിയിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു, തിരുനാളല്ലേ, പാലക്കാരല്ലേ, ഭക്തിമൂത്ത് ആരെങ്കിലും രൂപക്കുട്ടിലുണ്ടോ എന്ന് ഒരു കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ്റെ ഗൗരവത്തോടെ നോക്കി ഞാൻ പറഞ്ഞു, മോനെ അത് ആരാണ്ടൊന്നുമല്ല, അത് പരിശുദ്ധ അമ്മയും സെബസ്ത്യാനോസും തോമാസ് ലീഹായും മിസ്റ്റർ ഗീവർഗീസും ഒക്കെ അല്ലേ. അപ്പം അവന് അത്ര അങ്ങ് പെട്ടെന്ന് സ്വീകരിക്കാൻ തോന്നിയില്ലെന്ന് അവൻ്റെ ശരീരഭാഷ എന്നോട് പറഞ്ഞു. അവന് രൂപക്കുട്ടിലേക്ക് നോക്കി, എന്നിലേക്ക് നോക്കി. എന്നിട്ട് കുറേ നേരം നോക്കിയിട്ട് അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാ, 10-18 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ വേട്ടയാടുന്നൊരു ചോദ്യം. ഇത് നിങ്ങളെയും വേട്ടയാടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവനോട് ചോദിച്ച ചോദ്യം ഇതാ, അച്ഛൻ എന്നാ രൂപക്കുട്ടി കയറുക? അവൻ നോക്കിയപ്പോൾ ഈ രൂപക്കുട്ടിലിരിക്കുന്നവർക്ക് അച്ഛന് തമ്മിൽ വലിയ സാമ്യമുണ്ട്. അച്ഛന് 2 കണ്ണ്, രൂപക്കുട്ടിലിരിക്കുന്നവർക്ക് 2 കണ്ണ്. അച്ഛൻ ഒറ്റമുക്കനാ, രൂപക്കുട്ടുകാർ ഒറ്റമുക്ക. പിന്നെ ഞങ്ങൾ രൂപക്കുട്ടിലിരിക്കുന്ന മറ്റൊരു സാമ്യമുണ്ട്, മിക്കവാറും ഒറ്റ ഉടുപ്പുകാർ, മുഴുത്തി ഉടുപ്പുകാരായിരിക്കും. കൊച്ചിന് തോന്നി ഈ അച്ഛനും രൂപക്കൊട്ടിലിരിക്കുന്നവർക്ക് സാമ്യമുണ്ട്. ഒരു കൊച്ചി കൊതിച്ചു, അച്ഛൻ എന്നാ രൂപക്കൊട്ടി കയറുക. തുടർന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായ പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ രൂപക്കൊട്ടി കയറിയോ? ഞാൻ ഉദ്ദേശിച്ചത് ഈ തടി കൊണ്ടുണ്ടാക്കിയ രൂപക്കൊടല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരു രൂപക്കൂട് വെച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു രൂപക്കൂട്. എന്നെ നോക്കി പറയണം, ഞാനൊരു നല്ല അച്ഛനാ, ഞാൻ നല്ല അച്ഛൻ്റെ രൂപക്കൂടില്ല. ഇല്ലെങ്കിൽ ഞാൻ പരിശ്രമിക്കണം. അപ്പനെ നോക്കി മക്കളും ഭാര്യയും പറയണം, തങ്കപ്പെട്ട അപ്പനാ, എങ്കിൽ നിങ്ങൾ നല്ല അപ്പൻ്റെ രൂപക്കുട്ടില. അമ്മയെ നോക്കി പറയണം, ഇത് കുടുംബത്തിന് വേണ്ടിയിട്ട് ഉരുകിത്തീരുന്ന അമ്മയാ, നിങ്ങൾ നല്ല അമ്മയുടെ രൂപക്കുട്ടില. പറയണം, മക്കളെ നോക്കി പറയണം, തങ്കമാന മക്കളാ, പറയാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നല്ല മക്കളുടെ രൂപക്കുട്ടില. ഓരോ തിരുനാളും നമ്മുടെ മുമ്പിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നീ ഈ രൂപക്കുട്ടി കയറിയോ? ഇനി ഈ രൂപക്കുട്ടിയെ പ്രവേശിച്ചു. അതുകൊണ്ട് തിരുനാളെന്ന് പറഞ്ഞാൽ രൂപക്കുട്ടിൻ്റെ മുമ്പ് പോയി പ്രാർത്ഥിക്കാനും അവിടെ തിരികെത്തിക്കാനും രൂപക്കുട്ടി എടുക്കാനും അതിൻ്റെ പുറകിലോ മുൻപിലോ പ്രദക്ഷിണമായി പോകാനും മാത്രമല്ല, രൂപക്കുട്ടിൽ കയറിയോ എന്ന് ചിന്തിക്കാൻ. നമുക്ക് ഈ കുർബാന മധ്യേ ഒന്ന് ചിന്തിക്കാം. ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ദൈവം എനിക്ക് വേണ്ടി വിഭാവനം ചെയ്ത രൂപക്കൂട അനുഭവത്തിൽ പ്രവേശിക്കാൻ സാധിച്ചോ എന്ന് പ്രാർത്ഥിച്ച്. നമ്മളെല്ലാം കുറവുള്ളവരാ, ബലഹീനതയുള്ളവരാണ്. നമുക്ക് ഈ ബലിയിൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം, ഈ കൃപ എനിക്ക് തരണേ ദൈവമേ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയ ആ രൂപക്കൂട അനുഭവത്തിൽ പ്രവേശിക്കാനുള്ള ശക്തി തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള വലിയ കൃപ ഈ തിരുനാളും പ്രത്യേകിച്ച് ആഘോഷമായ കുർബാനയും തുടർന്നുള്ള പ്രദക്ഷിണം നമുക്കെല്ലാം തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാ കൃപകളും നമുക്കുണ്ടാകട്ടെ. വിശുദ്ധനെ നിങ്ങളുടെ ജീവിതത്തിൽ പറിച്ചു നടാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.